Good morning. I woke up to a pleasant day today. രാവിലെ എണീറ്റ് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ വി ഹാഡ് എ ഹാപ്പി ന്യൂസ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഐ ഹാവ് എ വെരി സ്മോൾ ഷോപ്പിംഗ് ടു ഡു. അതിനാണ് ഞാനും ആനി ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. പുറത്ത് നല്ല ഗംഭീര വെയിലാണ്, പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെയാണ് ഇന്നത്തെ ഈ പോക്ക്. പെട്ടെന്നുണ്ടായ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ രാവിലെ എഴുന്നേറ്റു, റെഡിയായി, നേരെ അപ്പുറത്തുള്ളൊരു ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചത് 2 ഫ്രഷ് ജ്യൂസ് ആണ്. ആൻഡ് പ്ലീസ് നോട്ട്, ഇറ്റ് വാസ് വിത്തൗട്ട് ഷുഗർ. ഡയബറ്റിസ് ഉള്ളതുകൊണ്ടൊന്നുമല്ല, ഓരോരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യണമല്ലോ. കുറച്ചു നേരം കാത്തു നിന്ന് ബസ് കിട്ടാതായപ്പോൾ നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്ത് അതിലാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, പുറത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ് ഈ സമയത്ത്. ഈ ടീനേജ് കഴിഞ്ഞ് അഡൽട്ട്ഹുഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫ്രണ്ട്ഷിപ്സ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പ്രഷ്യസ് ആണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറച്ചു പേര്. അങ്ങനെയുള്ള ചിലരിൽ ഒരാളാണ് ഇന്ന് എന്നെ അക്കമ്പനി ചെയ്യുന്നത്. എല്ലാവരുടെയും പേരുകൾ എടുത്തെടുത്ത് പറയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള വ്ളോഗ്സിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ ഒരു 11 വയസ്സ് മുതലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അധികവും ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനോടുള്ള ഹേറ്റ്രഡ് ആണ്. നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കുറേ സ്റ്റോറീസും ഞാൻ അതിൻ്റെ പാർട്ടായിട്ട് കേട്ടിട്ടുണ്ട്. അന്നൊന്നും രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ ഞാനതൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു, ഈവൻ ദോ ഐ ആം എ ഗേൾ. ഇന്ന് ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ ആ തോട്ട്സൊക്കെ എനിക്ക് മാറി. ഇന്ന് എനിക്ക് എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മോസ്റ്റ് ട്രസ്റ്റഡ്, ലവബിൾ ആൻഡ് നോൺ ജഡ്ജ്മെൻറ്റൽ പീപ്പിൾ ഓഫ് മൈ ലൈഫ്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഈ കളർ നിനക്ക് ചേരും അല്ലെങ്കിൽ ഈ കളർ നിനക്ക് ചേരില്ല എന്ന് തുടങ്ങി, വിഷമിച്ചിരിക്കുമ്പോൾ എന്താ നിന്റെ പ്രശ്നം, വി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ എന്ന് പറയാൻ മാത്രം കേപ്പബിളും കെയറിങ്ങും ആയിട്ടുള്ള എ ബഞ്ച് ഓഫ് പീപ്പിൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അത്ര ടോക്സിക് ഒന്നും അല്ല. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇബൻ ബത്തൂത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 20 years ആയെന്ന് തോന്നുന്നുണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 300+ സ്റ്റോഴ്സും ഉണ്ട്, റീറ്റെയിൽ സ്റ്റോഴ്സ്. സോ നമുക്കിങ്ങനെ ഫോർമൽസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് വരാറുള്ളത്. എന്നാ പിന്നെ ഞാനും കൂടെ കുറച്ച് ഡ്രസ്സസ് സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. പുള്ളിക്കാരി ആക്ച്വലി ആക്റ്റീവ് ജോബ് ഹണ്ടിലാണ്. അതിൻ്റെ കോൾസിൻ്റെ തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ആളുടെ സെലക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. അതാണ് ഫോർമൽസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളെ തന്നെ കൂട്ടിയത്. ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ കുറച്ച് ട്രയൽസ് പിന്നെ നിർബന്ധമാണല്ലോ. ഇത് ഞാൻ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. യെസ്, പ്ലാൻസ് ചെറുതായിട്ടൊന്ന് മാറിയതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആക്റ്റീവായിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുൾ എനർജിയിൽ അടുത്ത സ്റ്റോറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സെയിലൊക്കെ കാണുന്നുണ്ട്. ബട്ട് എന്താ പോണോ? പോവാം. ഐ ഹാവ് മണി. ഓക്കെ അപ്പൊ അവള് വാങ്ങിച്ചേ. സക്സസ്ഫുള്ളി നമ്മൾ അങ്ങനെ ആ സ്റ്റോറും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഈ പോകുന്ന വഴി മുഴുവൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നാ നീ അടുത്ത കാലത്തൊന്നും ഡ്രസ്സ് എടുക്കില്ല എന്നുള്ള എക്സ്പ്രഷനാണ് ആ മുഖത്ത് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് കുറച്ച് വേഗം പോവാം. ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും മാക്സ് നിർബന്ധ. വന്നത് വെറുതെ ആയില്ല. ഞാൻ ഇവിടെ നിന്നൊരു ഫോർമൽ പാൻസ് എടുത്തു. ഈ പാൻറ് രസമുണ്ടോ, ഇതിനിപ്പോൾ ഏത് കളർ ഷർട്ട് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. മാഡത്തിൻ്റെ അപ്രൂവലും കിട്ടി. പിന്നെ കുറച്ച് ടീഷർട്ട്സ് ട്രൈ ചെയ്തു. ഇത് ഞാൻ എടുത്തു കേട്ടോ ഇവിടുന്ന്. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എടുത്തില്ല. ആക്ച്വലി ഈ മോളിൽ വെറുതെ വന്നിരിക്കാനും കാണാൻ വരാനും ഒക്കെ നല്ല രസമാണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിച്ച്ലി ഡീറ്റെയിൽ ഡിക്കോർ. ഈ മോളിൻ്റെ തീമാറ്റിക് ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും, റീറ്റെയിൽ ഡൈവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും, ഗ്ലോബൽ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും, എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും, കൾച്ചറൽ ആൻഡ് ആർക്കിടെക്ചറൽ ഡൈവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും, കമ്മ്യൂണിറ്റി അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാൻ പോകുന്നത് പോലെയാണ്. ഇവിടെ വന്ന് എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഞാൻ ചുറ്റിനും നോക്കി നടക്കുമായിരുന്നു. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളതൊക്കെ. മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഹാവ് എ മീനിങ്, പക്ഷേ എന്തൊക്കെയാണത് എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്. പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് കണ്ടുപിടിച്ച ആളാണ് ഇരുന്ന് കറങ്ങണത്. എവിടെ പോയാലും ആനിക്ക് കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യണം. അങ്ങനെ അവളുടെ ഒരു സോഷ്യൽ സർവീസാണിത്. മോളിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അവസാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടപ്പോൾ ഞങ്ങൾക്ക് ഷോക്ക് അടിച്ചു. അതുകൊണ്ട് പുള്ളിക്കാരി പാടുന്ന പാട്ടാണത്.
ഇതുവരെ നമുക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് കണ്ട് കണ്ടിന്യൂ ചെയ്യാണ്. അവസാനം H&M കയറി കുറച്ച് ഉടുപ്പുകൾ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. ഇപ്പോഴും ഫോർമൽസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അത് വേറൊരു ദിവസം പോയി വാങ്ങണം. അങ്ങനെ നമ്മൾ വന്ന പരിപാടി പൂർത്തിയായില്ലെങ്കിലും അത്യാവശ്യം ഷോപ്പിംഗ് കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ശരി എന്നാ.